ഇപ്പോഴിതാ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ നിർണായകമായൊരു വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. യുക്രൈനിലെ യുദ്ധത്തിനിടയിൽ ഇപ്പോൾ പരിധിയില്ലാത്ത ദൂരപരിധിയും മാസങ്ങളോളം വായുവിൽ തങ്ങി നിൽക്കാൻ കഴിവുമുള്ള ഒരു ആണവ മിസൈൽ റഷ്യ പ്രയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ റിപ്പോർട്ട്. US-ഉം യുക്രൈനും തമ്മിലുള്ള സംഘർഷം റഷ്യ വർദ്ധിപ്പിക്കുന്നു, അവരുടെ പിരിമുറുക്കം വർദ്ധിപ്പിക്കുന്നു എന്നാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. അദൃശ്യ ആണവ മിസൈൽ റഷ്യ പരീക്ഷിച്ചുകൊണ്ട് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നത്. ഈ മിസൈൽ ആർക്കും തടുക്കാനോ ഇത് ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ ആർക്കും തടയാനോ കഴിയില്ല. കാരണം ഈ ആണവ മിസൈൽ വായുവിൽ തങ്ങി നിൽക്കുന്ന ഒരു മിസൈലാണ്. അതുകൊണ്ട് തന്നെ ഈ മിസൈൽ എവിടെ നിന്ന് ഏത് രീതിയിൽ പ്രഹരിക്കുമെന്ന് ആർക്കും തന്നെ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. റഷ്യൻ പ്രസിഡന്റ് പുടിൻ്റെ അഭിപ്രായത്തിൽ മിസൈൽ അടുത്തിടെ 14,000 കിലോമീറ്റർ പരിധിയിൽ 15 മണിക്കൂറാണ് പറന്നത്. ഈ സമയത്ത് ബ്യൂറവെസ്നിക് എന്ന ഈ അദൃശ്യ മിസൈൽ ലോകത്തിൽ നിന്ന് പൂർണ്ണമായും മറഞ്ഞിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കാജനകമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. ഞായറാഴ്ച പുടിൻ റഷ്യ യുക്രൈൻ യുദ്ധക്കളം സന്ദർശിക്കുകയും ഫീൽഡ് കമാൻഡർമാരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. സൈനികരെ അഭിസംബോധന ചെയ്യുന്നതിനിടെ ബ്യൂറവെസ്നിക് ക്രൂയിസ് മിസൈലിൻ്റെ വിജയകരമായിട്ടുള്ള പരീക്ഷണത്തെക്കുറിച്ച് പുടിൻ അറിയിച്ചു. ഒക്ടോബർ 21-ന് മിസൈൽ 14,000 കിലോമീറ്റർ പറന്ന് ലോകത്തിലെ എല്ലാ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും പരാജയപ്പെടുത്താനുള്ള കഴിവ് പ്രകടിപ്പിച്ചതായി റഷ്യയുടെ ജനറൽ സ്റ്റാഫ് വലേരി ജെറാസിമോ അറിയിച്ചതായി അദ്ദേഹം പറഞ്ഞു. ലോകത്തിലെ ഒരു പ്രതിരോധ സംവിധാനത്തിനും ഈ മിസൈൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും ആശങ്കാജനകം. ഈ മിസൈൽ, ഈ ക്രൂയിസ് മിസൈലിൻ്റെ പരിധി എത്രത്തോളമാണെന്ന് ചോദിച്ചാൽ ഇതിന് പരിധിയില്ലാത്ത രീതിയിൽ സഞ്ചരിക്കുമെന്നുള്ളതാണ് ഈ മിസൈലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ മിസൈൽ ഒരു ന്യൂക്ലിയർ എഞ്ചിൻ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ പരിധിയില്ലാത്തതാണ്. അതായത് ലോകത്തിലെ ഏത് കോണിലേക്കും ആണവായുധങ്ങൾ എത്തിക്കാൻ ഈ മിസൈലിന് കഴിവുണ്ട്. എന്നിരുന്നാലും ഈ മിസൈലുമായി ബന്ധപ്പെട്ട യാതൊരുവിധ തെളിവും റഷ്യ ഇപ്പോൾ ഹാജരാക്കിയിട്ടുമില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.